എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ കേറ്ററ്റ് എക്സാമിൻ്റെ കാറ്റഗറി 1, കാറ്റഗറി 2 എക്സാമുകൾ കഴിഞ്ഞു. കാറ്റഗറി 3, കാറ്റഗറി 4 എക്സാമുകൾ നാളെ നടക്കാൻ പോകുന്നു. അപ്പോൾ എഴുതിയവരും എഴുതാൻ പോകുന്നവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേര് എക്സാം കഴിഞ്ഞ് വന്ന് എക്സാമിനേക്കാൾ കൂടുതൽ OMR ഷീറ്റിൽ തെറ്റുകൾ വരുത്തിയിട്ടാണ് പലരും വന്ന് നമ്മുടെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചത്. അതായത് പൂരിപ്പിക്കേണ്ട ഭാഗങ്ങളിൽ ചിലർ കൃത്യമായിട്ട് പൂരിപ്പിച്ചില്ല, അല്ലെങ്കിൽ കറുപ്പിച്ചത് മാറിപ്പോയി, ചിലർ അത് അടയാളപ്പെടുത്തിയില്ല, ചിലർക്ക് മഷി വളർന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ റിസൾട്ട് വരുമോ എന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സിനോട് അവിടെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്, OMR ഷീറ്റിൽ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, അവർ പറഞ്ഞ പ്രകാരമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ, വിപരീതമായിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു മിസ്റ്റേക്ക് തെറ്റ് പോലും 1% തെറ്റ് പോലും നിങ്ങളുടെ റിസൾട്ട് വരാൻ തടയാനുള്ള കാരണമാകും. കാരണം OMR ഷീറ്റ് ഒഴിവാക്കാനുള്ള കാരണമാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരില്ല, കാണിക്കില്ല എന്നത് തന്നെയാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് പലർക്കും. ചെറിയൊരു കാര്യത്തിന് പോലും, അതായത് ഇപ്പോൾ എന്താ പറയുന്നത്, താഴത്തെ ഇംഗ്ലീഷോ മലയാളം അങ്ങനത്തുള്ള സബ് അടയാളപ്പെടുത്താത്തതോടെ പോലും റിസൾട്ടുകൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ സെറ്റ് അടയാളപ്പെടുത്താത്തതോടെ വന്നിട്ടില്ല. അങ്ങനെ പല കാരണങ്ങളാൽ റിസൾട്ട് വരാതിരുന്നിട്ടുണ്ട്. അപ്പോൾ മുൻ വർഷങ്ങളിൽ അങ്ങനെ തന്നെയാണ്, ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി പറഞ്ഞിട്ട് അതിനകത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി നാളെ എക്സാം ഉള്ളവർ ഇതെല്ലാം ശ്രദ്ധിക്കുക, കൃത്യമായി സമയമെടുത്ത് അടയാളപ്പെടുത്തുക. ഓക്കെ.